ടു മേരി മേഡം. സബ്ജക്റ്റ് ജോമിയെയും ടോമിയെയും തെറ്റിക്കുന്നത് സംബന്ധിച്ച്. സർ, മീനുവിനൊരു കണ്ണ് ടോമിയോടുണ്ടെന്ന് ടോമിയെയും ടോമിക്കൊരു കണ്ണ് മീനുവിനോടുണ്ടെന്ന് മീനുവിനെയും ആദ്യം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എരുതിയിൽ ഇടയ്ക്കിടയ്ക്ക് അല്പം ആവണക്കെണ്ണ ഒഴിച്ചൊഴിച്ച് അവരുടെ ഇടയിൽ ഒരു ഇഷ്ടം വളർത്തിയെടുത്തു. ഇതെല്ലാം നടക്കവേ തന്നെ ഇതൊന്നും ജോമി അറിയാതിരിക്കാനും ടോമി ജോമിയെ അറിയിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചു. ആകയാൽ ഇപ്പോൾ ഇതിന്റെ പേരിൽ അവർ ഒന്ന് ഉരസി നിൽക്കുകയാണ്. പദ്ധതിയുടെ അവസാന ഘട്ടത്തിൽ എങ്ങനെയും മേരി മേഡം അറിയാതെ അവർക്ക് ഒപ്പം നിൽക്കാൻ ജോമിയെയും ജോമി ടോമിയെ ചതിച്ചു മീനുവിനെ സ്വന്തമാക്കുമെന്നും ടോമി ഈ ഓഫീസിൽ കഴിവില്ലാത്ത ഒരുത്തനായി ജോമിയെ മാറ്റുകയാണെന്നും ടോമിയെ വിശ്വസിപ്പിച്ചു. ആകെ മൊത്തത്തിൽ ഓഫീസ് കുളം തോണ്ടാനും ഇവരെല്ലാം അടിച്ചു പിരിഞ്ഞു പോകാനുമുള്ള എല്ലാ നടപടികളും അങ്ങയുടെ നിർദ്ദേശം പോലെ ഈയുള്ളവന് ചെയ്തു കഴിഞ്ഞു എന്ന് ലാസർ ചക്കഞ്ചാ പറമ്പിൽ ഉപ്പ്. ലാസറേ, ലാസറേ, നിന്നെ മേരിമാടം വിളിക്കുന്നുണ്ട്. എനിക്ക് ടെൻഷനാണ്, എന്റെ കൈയും കാലും പറയണോ. ടെൻഷൻ അടിക്കാതെ. നിന്റെ അത്ര ധൈര്യം എനിക്കില്ലെന്ന് അറിയാൻ പാടില്ലേ. എടാ, ഇത് ധൈര്യം കൊണ്ടല്ലേ, നീ ടെൻഷൻ അടിച്ചാ എനിക്കും കൂടി ഉള്ള ധൈര്യം പോകുന്നത് കൊണ്ടാ. എടി, അങ്ങനെ നീ കൂടെ എന്റെ കൂടെ വരാമോ പ്ലീസ്? ഒരു കൂട്ടിന്. കൂട്ടിനോ? നീ എന്നോട് എന്റെ കിഡ്നി ചോദിച്ചോ? വേണമെങ്കിൽ ഞാൻ ആ സൈഡിലോട്ട് മാറി 10 മിനിറ്റ് കൊണ്ട് വരും തരാം. പക്ഷെ ഇക്കാര്യം മാത്രം പ്ലീസ്. എന്നാ പിന്നെ ഞാൻ ലീവ് ആണെന്ന് പോയി പറ. ഈ CCTV നമ്മൾ എല്ലാരും ഇവര് കണ്ടോണ്ടിരിക്കുവല്ലേ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മേടാറിട്ട് വിളിക്കണേ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല. ഒരു കാര്യം ചെയ്യാം, നീ ഒരു ഡീപ് ബ്രത്ത് എടുത്തേ. ബ്രത്ത് ഇൻഹേൽ. ആ, അങ്ങനെ എക്സൈൽ. ഞാനൊരു 10 പ്രാവശ്യം ചേട്ടെ ടെൻഷൻ പോയിരിക്കും. ഇത് ടെൻഷൻ പോകാനല്ല, ഇതൊന്നും അല്ല. ചിലപ്പോ ഇതായിരിക്കും നീ എടുക്കും നിന്റെ ലാസ്റ്റ് ശ്വാസം എടുപ്പ്. ഒരു കാര്യം എന്താ നിന്റെ അടുത്ത് പറയാം. അവരെന്നെ അകത്തേക്ക് ടോർച്ചർ ചെയ്താലും ഞാൻ നിന്നെ മാത്രം ഒറ്റ കൊടുക്കില്ല. അതെന്താണെന്ന് നിനക്കറിയോ? കാരണം എന്നെ ഇഷ്ടമാണെന്ന് മാത്രം നീ പറയുന്നു. നീ എന്നെ അങ്ങനൊന്നും കാണല്ലേ. ഇത് വർഗ സ്നേഹം. മൂർച്ചകൾക്ക് ശത്രുവും തൊഴിലാളി വർഗത്തിന് തോഴനുമാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോ നീ എന്റെ തൊഴിലാളി വർഗ തോഴി. അവിടെ തുള്ളി പോകുന്നുണ്ടായിരുന്നു. ഒറ്റട്ട് വിളിച്ച് വെച്ചേക്കാം എന്തായാലും. മേഡം, എന്റെ പ്രവർത്തന റിപ്പോർട്ട്. ഇത് എനിക്കറിയാവുന്ന കാര്യമാണല്ലോ. അതെ, മേഡത്തിന് അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. ഇത് എന്നെ കൊണ്ട് മേഡ ജയിപ്പിച്ചെന്ന് മേഡത്തിന് അറിയാം. പക്ഷെ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. നാളെ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഈ കാര്യം അറിഞ്ഞാൽ അവർക്കൊക്കെ ഒരു ധാരണ വേണ്ടേ? അതിനു വേണ്ടിയാ. എന്റെ അറിവിന് നീ മദ്യപിക്കുന്ന ആളല്ല. നിനക്ക് വേറെന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് ഉണ്ടോ? എനിക്ക് വേറെന്തോ. അല്ല, നിന്റെ പറച്ചിലിന്റെ ഒക്കെ ഒരു രീതി കേട്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. അതാണോ? മേഡത്തിന് ഞാൻ ഈ കാര്യത്തിന്റെ ചെറിയൊരു രത്ന ചുരുക്കം തരാം. അതായത് മേഡം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ വെടിപ്പെടുങ്ങ് ചെയ്തു എന്നും വെറും മേഡം ഒപ്പിട്ടൊക്കെ തന്നാൽ മതി. അതിന്റെയൊക്കെ ആവശ്യം എന്താന്ന്? അതിന്റെ ആവശ്യമുണ്ട് മേഡം. കാര്യം നിങ്ങളിപ്പോ ശത്രുക്കളാണെങ്കിലും നിങ്ങളൊരു കുടുംബക്കാരാ. നാളെ നിങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചാൽ എനിക്ക് അവസാനം പണിയാവും. അതുകൊണ്ട് എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മേഡം എന്നെ ഒരു ജോലിയും ഏൽപ്പിച്ചു. ഞാൻ അത് വെടിപ്പെടുക ചെയ്തു. അത്രേ ഉള്ളൂ. അതിന് തീർന്നെന്ന് ആരാടാ പറഞ്ഞേ? എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാക്കില്ലേ. ഇനി എന്താ ബാക്കി? എടാ, ഇനിയാടാ തുടക്കം. മനസ്സിലായില്ല. എടാ, എനിക്ക് തോട്ടത്തില് ആവശ്യത്തിൽ കൂടുതൽ പണിക്കാരുണ്ട്. ഇവിടുത്തെ പോലെ അല്ല. ഞാൻ വരച്ച വരയിൽ നിൽക്കുവര്. അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് കാലാകാലം ഇവിടെ വന്ന് കുത്തിയിരിക്കുമെന്നാണോ നീയൊക്കെ വിചാരിക്കുന്നത്? അപ്പൊ മേഡം പോവാണോ? അപ്പൊ വീണ്ടും ടോമിയുടെ തേർവാഴ്ചയാണോ? എടാ, അതിലേക്കാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ ചേട്ടന്മാർ എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് ടോമിയും ജോമിയും മര്യാദ പഠിപ്പിച്ച് ഈ സ്ഥാപനം നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് അവന്മാർ ഒരുമിച്ച് നിന്നാൽ നടക്കത്തില്ല. അതിനാണ് നമ്മൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ഒരു പദ്ധതി പ്ലാൻ ചെയ്തത്. അതില് നിന്നെ കൊണ്ട് ആ ഡിവൈഡ് ആണ് ഞാനിപ്പോ ചെയ്യിപ്പിച്ചത്. പക്ഷെ എല്ലാം വേസ്റ്റ് ആയില്ലോ മേഡം. മേഡം ഡിവൈഡ് ചെയ്തു, പക്ഷെ ആര് റൂൾ ചെയ്യും? നീ. ഞാനോ? എടാ, നീ ഒരു ഗ്രാജുവേറ്റ് അല്ലേ? ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേക്കും ഈ പോസ്റ്റില് ആരെങ്കിലും ഒരാൾ ഇരുന്നാലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. ഞാൻ അവരെ വിളിച്ച് പറയും. അപ്പൊ ആ പോസ്റ്റിലേക്ക് ഞാൻ നിന്നെ സജസ്റ്റ് ചെയ്യാൻ പോവാം. നിന്നെ ആവുമ്പോ അവർക്ക് എല്ലാവർക്കും വിശ്വാസമാണല്ലോ. അങ്ങനെ വന്നാൽ ഇനി മുതൽ ഈ കസേരയിൽ ഇരിക്കാൻ പോകുന്ന ആൾ നീയായിരിക്കും. ഇതാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ്.
What rubbish! ഒരു ജോലി ഏൽപ്പിച്ച മര്യാദയ്ക്ക് ചെയ്ത് തീർക്കറിയാൻ പാടില്ലേ? ഒരു മണിക്കൂറിനുള്ളിൽ 27 കോപ്പി പിടിക്കാൻ സമയമുണ്ടല്ലോ. ആ സമയം ജോലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ലേ? You bloody two job thief girls! Do one thing. Get out! Understand? Hey, two guys. Have you visited the client? Come on, speak. Have your tongue go down? നാക്കറി പോയതോ? Come on, speak. I need your answer. Come on, Tommy. You bloody Bursa company partners. What? Andy, ശരിക്കും എന്താണ് ഉണ്ടായത്? ഞാനൊരു വർക്ക് കൊടുത്ത് അതിന്റെ അപ്ഡേറ്റ് ചോദിച്ചതാ. കുറെ നേരമായിരുന്നു പിച്ചുമ്പയും പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് തന്നെ. നീ പോക്ക്. ഇവന്റെ തലവഴി വെള്ളം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വരാം. അഞ്ച് പോയിട്ട് വരാം കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വയ്യാത്തവനെ വാ. ഇൻകുലാബും വിളിച്ചോണ്ട് പോയാനാ. പിന്നെ കേൾക്കുന്നൊരു വലിയ നിലവിളിയാ. എന്നാലും എന്തുകൊണ്ടായിരിക്കും അവനെ തല കറങ്ങി വീണത്? എന്റെ ബലമായ സംശയം നിങ്ങൾ തമ്മിലുള്ള കാര്യമൊക്കെ മിക്കവാറും മേരുമാടെ അറിയണം. അതിനെക്കുറിച്ച് വിളിച്ചു ചോദിച്ചപ്പോഴായിരിക്കും അവന്റെ ബോധം പോയത്. ഒരു സാധ്യതയില്ല. കാരണം അങ്ങനെ അവൻ പെടുന്ന ഒരു അവസ്ഥ വന്നാൽ നമ്മളെ പെടുത്തി അവൻ എസ്കേപ്പ് ആവാനേ നോക്കുള്ളൂ. അതാണ് ലാസ്റ്റ്. ഒന്ന് പോയടോ. നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട് അവനെ? ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും തോന്നൂലായിരുന്നു. അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നീയൊക്കെ എന്നോട്ട് കണ്ടു തുടങ്ങിയ അവനെ? അവൻ നിക്കറില്ല അപ്പിടുന്ന പ്രായം തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവനെ. കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ഒരു തൊഴിലാളിയായിട്ടല്ലേ കാണുന്നത്. അതാ ഞാൻ പറഞ്ഞു, ഒരു സുഹൃത്തായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനൊന്നും വരില്ലെന്ന്. നിനക്ക് മുമ്പൊന്നും അവനോട് ഇങ്ങനെ ഒരു സോഫ്റ്റ് കോളർ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ എന്താ പുതിയത്? അല്ല, നിനക്കെന്താ അവനോട് ഒരു ബൂർഷ മനോഭാവം? മുന്നിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഈ ഡയലോഗ് പോലും അവൻ പറയുന്നതാ. ഡയലോഗ് ഏതാന്നുള്ളതിലല്ലോ കാര്യം, അതിന്റെ അർത്ഥം എന്താന്നുള്ളതിലല്ലേ കാര്യം. ഹലോ, സത്യം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ലവ് പോലെ? ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അല്ലെങ്കിലും തൊഴിലാളികൾക്കല്ലേ തൊഴിലാളികളെ നോക്കാൻ പറ്റുള്ളൂ, അല്ലാതെ മുതലാളിമാർക്കൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല. എല്ലാരും കൊള്ളാം ഇവിടെ, എല്ലാരും. അല്ല, അവൾ ആ അവസാനം പറഞ്ഞിട്ട് പോയതിൽ എന്തോ ഒരു ഇല്ലേ? ആക്ച്വലി എന്താ നടന്നത്? അവര് നേരെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ഒറ്റ ചോദ്യം ഇറക്കും, മീനും ടോമിയും തമ്മിൽ എന്താ ബന്ധമാണ്? എന്നിട്ട് നീ എന്നെ പറഞ്ഞ എടാ, എന്റെ ജീവൻ പോയില്ലേ ഞാൻ പറയൂ. ഞാൻ അപ്പം തന്നെ ആക്ടിങ് അങ്ങ് തുടങ്ങി. എന്നിട്ട് ബോധം പോയില്ലെങ്കിൽ അഭിനയിച്ചു. അന്നേരം അവരവിടെ കിടന്ന് എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു. ഞാനതിന് കുറെ പിച്ചും പേക്ക് വിളിച്ചു പറഞ്ഞു. അന്നേരമാണ് അവർ നിങ്ങളെയും വിളിച്ചു വരുത്തില്ലേ. കാഞ്ഞ ബുദ്ധി തന്നെ മോനെ. എടാ അതെ, നിങ്ങൾക്കെതിരെ അവർ എന്തോ ഒരു പ്ലാനിങ് നടക്കണ്ട. ചിലപ്പോൾ നിങ്ങൾക്കത് പണിയാവും. എന്ത് പ്ലാൻ? എനിക്ക് തോന്നുന്നത് മീനും ഇവിടെ പണി എടുക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ പപ്പമാരെ വിളിച്ചു പറയാനാന്ന് തോന്നുന്നു. എന്തിന്? എടാ, അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ജോലിന്ന് പറഞ്ഞു വിടൂലേ. അന്നേരം മീനുവിനെയും ടോമിയും വേണ്ടി പിരിക്കാൻ വേണ്ടി. നടക്കൂല ലാസറേ, ഞാൻ അത് നടത്തൂല. അതെ, ഞാനൊരു കാര്യം നിന്റെ മുഖത്തേക്ക് പറഞ്ഞാൽ നിനക്ക് വേറൊന്നും തോന്നരുത് കേട്ടോ. മീനും ടോമിയും തമ്മിൽ ഇഷ്ടത്തില്ല. ഓക്കെ, നാളെ അവർ കല്യാണം കഴിക്കും. അന്നേരം മീനും ആയിരിക്കും ഇവിടുത്തെ മുതലാളിയായിട്ട് വരാൻ പോണത്. എന്നും വിചാരിച്ച് ഇപ്പോഴേ അതിന്റെ മൂഡ് പിടിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? അവർക്ക് അങ്ങനെ ഒരു മൂടുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു മൂടുണ്ട്. അവളിപ്പം മര്യാദയ്ക്ക് ജോലിയൊന്നും ചെയ്യണില്ല. ഞാൻ ടോമിയെ കുറ്റം പറയും. ഇവൻ എപ്പോഴെങ്കിലും പ്രേമം തലക്ക് പിടിച്ച് അവളുടെ പുറം മണപ്പിച്ച് നടക്കുക. നമുക്കൊരു കാര്യം ചെയ്താലോ, അടുത്ത 2-3 ദിവസത്തേക്ക് ഇവളെ നന്നായിട്ട് പണിയെടുപ്പിക്കണം. ഇല്ലെങ്കിൽ അവള് തലേ കയറി നിരങ്ങും. അത് ഞാൻ ഏറ്റു.